ട്രാവലേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഗ്രയിൽ നിന്ന് ഡൽഹിക്കുള്ള ബസ് കയറിയിരിക്കുകയാണ്. ആഗ്രയിൽ നിന്ന് ഡൽഹിക്കുള്ള ബസ് ചാർജ് എന്ന് പറഞ്ഞാൽ 350 റുപ്യ. AC ബസ്സാണ്, കുഴപ്പമൊന്നുമില്ല, വോൾവോ AC ബസ്സാണ്. ആഗ്രയിൽ നിന്ന് ഡൽഹി. ഞങ്ങൾ ഡൽഹിയിൽ ഒരു 12:30 ആകുമ്പോഴത്തേന് എത്തിയിരുന്നു രാത്രി. അപ്പോൾ ഒന്ന് അവിടെയാണ് സ്റ്റേ. ഡൽഹി സ്റ്റേ ചെയ്തിട്ട് നാളെ ഫുള്ള് ഡൽഹി കണ്ടിട്ട് പിന്നെ നാളെ നൈറ്റ് അവിടുന്ന് മണാലി പിടിക്കാനാണ്. ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ഉള്ളത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ ഞങ്ങൾ ഇന്നലെ രാത്രി 4 മണിക്ക് എത്തി. 4 മണിക്ക് എത്തിയിട്ട് ഞങ്ങൾ റൂമെടുത്ത്, ഓയോ റൂമാണ് ബുക്ക് ചെയ്തത്. ഇതിന് വന്ന കോസ്റ്റ് 150 റുപ്യ, ഒരാൾക്ക് 150 റുപ്യ വന്നിട്ടുള്ളൂ. ഓയോ റൂമിൽ ബുക്ക് ഇവിടെ തന്നെ നേരിട്ട് വന്ന് നിസാമുദ്ദീനിലാണ് എടുത്തത്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഡൽഹി ജുമാ മസ്ജിദ് പോയിട്ട് നിസ്കരിക്കണം. പിന്നെ അവിടുന്ന് ഡൽഹി പിന്നെ ഫുള്ളൊന്ന് കുറച്ച് കറങ്ങിയിട്ട് ഇന്ന് നേരെ ഞങ്ങൾ മണാലി. അങ്ങനെ ഞങ്ങളുള്ളത് ഇപ്പോൾ നിസാമുദ്ദീനിലാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മെട്രോ സ്റ്റേഷനാണ്. ഈ മെട്രോൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ഓയോ റൂംസിലാണ് നമ്മൾ റൂം എടുത്തത് കേട്ടോ. റൂമെടുത്ത് ഇവിടെ മെട്രോ കയറിയിട്ട് ഇനി ഓൾഡ് ഡൽഹി പോകാനുള്ള പ്ലാനാണ്. മുബഷിർ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ബായിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ ഫുഡ് വാങ്ങി. സാധനം ഇതാട്ടോ, റൊട്ടിയാണ് വാങ്ങിയത്. പിന്നെ ഞങ്ങൾ മെട്രോ കയറിയിട്ട് പോകാൻ പോവാണ്. മെട്രോ ഞങ്ങൾ മെട്രോക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. മെട്രോയിൽ പിന്നെ ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോക്കാം. ഞങ്ങളങ്ങനെ ഡൽഹി മെട്രോൻ്റെ ഇതിലുള്ളത്. ഇവിടെ ക്യാമറ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ സ്ഥിതിയൊന്നും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്കുള്ള കാഴ്ചകൾ കാണിച്ചാൽ ഇപ്പോൾ മോശം കാഴ്ചകൾ ആസ്വദിക്കുന്നുണ്ട്. അടിപൊളിയാണ്, അടിപൊളി. പിന്നെ ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ജുമാ മസ്ജിദിൽ കൂടണം. ഡൽഹി ജുമാ മസ്ജിദിൽ നിന്ന് കൂടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരു മനുഷ്യന്മാരില്ല. ഇപ്പോൾ ഒന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അവിടെ ഗോപ്രോ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണെന്നൊന്നും അറിയില്ല. ഹലോ, അങ്ങനെ നമ്മൾ ഡൽഹി ജുമാ മസ്ജിദിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. അവിടെ കാണുന്നുണ്ട്, ഡൽഹി ജുമാ മസ്ജിദ് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള കുറേ കടകളും കാര്യങ്ങളൊക്കെയാണ് കാണാട്ടോ. ഇത് കുറച്ച് ടീഷർട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ. അഡിഡാസിൻ്റെ ടീഷർട്ട്, ഇതൊക്കെ അഡിഡാസിൻ്റെ ടീഷർട്ട്. ഇതിന് 150 ഉള്ളൂ കേട്ടോ, 150 റുപ്യ വരുന്നുള്ളൂ. നമുക്ക് ആദ്യം പോയിട്ട് വരാം. ഞങ്ങൾ പോയിട്ട് വന്നിട്ട് അടിപൊളി വൈറ്റ് ഷർട്ട് കേട്ടോ, പൊളി ഷർട്ടുകൾ. പിന്നെ ബ്രാൻഡഡ് ഷൂസ്. भाई how much that one? Puma how much? ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. 150 റുപ്യേൻ്റെയൊക്കെ നൈക്ക്, അഡിഡാസ്, എയർ ടീഷർട്ട് കാര്യങ്ങളൊക്കെ. ഇവിടെ ക്യാമറ അലോഡ് ചെയ്യൂല, ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അടിപൊളി ഡ്രസ്സ്, ബ്രാൻഡഡിൻ്റെ കോപ്പി സാധനങ്ങൾ ഫുൾ 150 റുപ്യക്ക് രണ്ടെണ്ണതാണ്. ഈ സാധനമൊക്കെ 150 റുപ്യ. അഡിഡാസ്, ടവൽസ്, ചെരുപ്പ്. മുബഷിറേ, അത് 450 റുപ്യ എന്ന് പറയുന്നത് ആ സാധനത്തിന്. How much भाई? 150 में दो। ये वाला बोलो भाई। how much? 150 का 2 पीस है, 80 का 1 पीस है। 80 ഒന്നും 150 രണ്ടെന്നാ പറയുന്നത്. दो 150 का दो 150 का दो। ഇത് വിളിച്ചില്ലേ?
आए भैया ये 150 में 2 पीस। അത് വരുമ്പോ ഇവരാരും കാണാണ്ട് നൈസായിട്ട് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അതാ ട്രൈപോഡ്. അങ്ങനെ ഞാൻ അപ്പുറത്ത് കൂടെ ഇറങ്ങും. ഇവിടെ കുറവാ. ഞാൻ അപ്പുറത്ത് കൂടെ വാ, ഇതിൽ കൂടെ ഇങ്ങനെ വരാം. How much? 200 rupees. 200. പിന്നെ ഇത് 150. അത് 150. എടാ ജാക്കറ്റ് എടാ ജാക്കറ്റ്. How much bhai? How much? 500. ജാക്കറ്റ് നമുക്ക് ഇവിടുന്ന് അടിപൊളി ജാക്കറ്റ് ഉണ്ട് കേട്ടോ. 500 റുപ്യ എന്നാ പറയുന്നത്. साइज छोटे बड़े पहन के देख सकते हैं, ट्रायल कर सकते हैं, कोई प्रॉब्लम नहीं है। ആ വരുമ്പോൾ വാങ്ങാം. എന്തായാലും ഗ്ലൗവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഗ്ലൗവും കാര്യങ്ങളൊക്കെ മണാലി പോകുമ്പോഴുള്ള ഗ്ലൗവും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങാനാണ് വിചാരിക്കുന്നത്. 140 का तो है। ട്രൈപോഡ് ഹെഡ്സെറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഷർട്ട് कितना रुपये भाई? 250. 250. അവിടുന്ന് മറ്റേ 400 പറഞ്ഞ അപ്പുറത്ത് 400 പറഞ്ഞ സാധനമാണ് ഇവിടെ 250. പോകുമ്പോഴൊക്കെ വാങ്ങി വേസ്റ്റ് കൊണ്ട് പോകണം. ഷൂകളാട്ടോ, ഷൂകൾ ചീപ്പ് റേറ്റ് എന്ന് പറഞ്ഞാൽ ചീപ്പ് റേറ്റ് സാധനങ്ങളാണ്. നമ്മളെ ടീഷർട്ട്, ഷോർട്സ്, ഹെഡ്സെറ്റ്, ട്രൈപോഡ് എനിക്കൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ മനസ്സിലാ ഫുൾ ബ്രാൻഡഡ് സാധനങ്ങളാണ്. നൈക്ക്, അഡിഡാസ്, ലിവൈസ്. ബൈ ഹൗ മച്ച്? 150. 150 റുപ്യൻ്റെ സാധനങ്ങളാണ് ഇതൊക്കെ. പേഴ്സ് എൻ്റെ മോനെ പേഴ്സ് പേഴ്സ് കേട്ടോ. പ്യൂമ, അഡിഡാസ്, വുഡ്ലാൻഡ്. 100 100 റുപ്യ കേട്ടോ പറയണ. ലെതറ, ഒറിജിനൽ ലെതറാന്ന് പറയുന്നത്. വുഡ്ലാൻഡ് 100 റുപ്യാണ് പറയുന്നത്. നമുക്ക് വരുമ്പോൾ എടുക്കാം, വരുമ്പോൾ നോക്കാം. ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വലിയ മാർക്കറ്റാണ്, അടിപൊളി മാർക്കറ്റാണ്. चलो മഹേശ്വരനെ ഇടയ്ക്കിടയ്ക്ക് കാണാണ്ടാവും. അപ്പോൾ അതാ പോവും. എന്നാ ബാ ബാല എന്ന് പറയും. ബാ
La cadena por el അങ്ങനെ ഞങ്ങൾ ഇതാ ഡൽഹി ജുമാ മസ്ജിദിന് മുന്നിലെത്തിയിട്ടുണ്ട്. മുബഷിർ ഞാനുമാണ് ഡൽഹി ജുമാ മസ്ജിദിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് അങ്ങോട്ട് ഫുള്ള് എന്താ പറയുക മാർക്കറ്റാണ്, ഫുൾ മാർക്കറ്റാണ്. ഞാൻ മേലെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെന്താ വലിയ സ്റ്റെപ്പ് കയറിയിട്ട് ഇങ്ങനെ പോകട്ടോ. നല്ല ജനമുണ്ട്, അതേമാതിരി നല്ല വെയിലുണ്ട്. ആണ് ഡൽഹി ജുമാ മസ്ജിദ്. ഡൽഹി ജുമാ മസ്ജിദ് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ചെരുപ്പ് ഊരിയിടണം. അപ്പോൾ ഓരോരുത്തർ ചെരുപ്പ് സൂക്ഷിക്കും. ചെരുപ്പ് അവിടെ ഒരു സൂക്ഷിക്കട്ടെ. ഇതിവിടെ കുറച്ച് ടീം ചെരുപ്പ് സൂക്ഷിക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ ജുമാ മസ്ജിദിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഉള്ളിൽ കയറിയാണ്. അപ്പോൾ ചെരുപ്പ് നമ്മൾ അയക്കണം. അപ്പോൾ ഞാൻ ഷോക്സ് ഇട്ടിട്ടുണ്ട്. ഷൂ ഞാൻ വേഗിൻ്റെ ഇതിൽ ഇറക്കി എത്തിയിട്ടുണ്ട്. ഡൽഹി ജുമാ മസ്ജിദ്. മലയാളീസിനെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് മലയാളീസ് ഫുള്ള് ഞങ്ങൾക്ക് താജ്മഹൽ പോയിട്ട് ഫുള്ള് മലയാളീസ് അല്ല ഒരാൾ പാടുണ്ട്. കാശ്മീരിൽ പോയി ഫുൾ മലയാളീസ്. ഞാൻ താജ്മഹൽ പോയപ്പോഴും അവിടെ മലയാളീസ്, എല്ലായിടത്തും മലയാളീസ്. നമ്മളവിടെ എത്തി. ഇതിൽ കൂടെയാണ് ഉള്ളിലേക്ക് കയറിയിട്ട് ഇവിടെയും ഫുള്ള് മലയാളീസ് കിട്ടാം. ഇതാ ഉള്ളു ഉണ്ടാക്കാനുള്ള സ്ഥലമാണ്. ഇവിടുന്നാണ് നമ്മൾ ഉള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. നിസ്കാരം കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നടക്കുന്നത്. ഇത് ജുമാ മസ്ജിദിൻ്റെ ജുമ്മ നടക്കുന്ന സ്ഥലമാണ്. വെള്ളിയാഴ്ച കൊണ്ട് നല്ല ജനമുണ്ട് ഇവിടെ. അപ്പോൾ ഇനി ജുമാ മസ്ജിദിൻ്റെ ഏകദേശം ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് റെഡ് ഫോർട്ടിലേക്ക് പോകണം. നമ്മൾ റെഡ് ഫോർട്ടിന് മുന്നിലെത്തിയിട്ടുണ്ട്. നല്ല എന്താ പറയുക, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സിറ്റിയിലാണ്. സിറ്റികളിൽ ഒന്നായ സിറ്റിയിലാണ് ഡൽഹി. റെഡ് ഫോർട്ടിൻ്റെ മുന്നിൽ വന്നിട്ടോ. അപ്പോൾ ഞങ്ങൾ भाई ये नाम क्या है? ये नाम क्या? छोले कुलचे नान. ചോള छोले कुलचे. ആ ചോള കുൽച്ചെ നാൻ എന്ന് പറയുന്ന സാധനം കേട്ടോ. कुलचे नान. ചോള കുൽച്ചെ നാൻ എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ അത് കഴിക്കട്ടോ. ഫുള്ള്
സ്ട്രീറ്റ് ഫുഡ് ആണ് നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. പരമാവധി എന്തായാലും നോർത്ത് ഇന്ത്യയിലൊക്കെ വന്നിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് കഴിക്കാൻ വിചാരിച്ചു. നോർത്ത് ഇന്ത്യ ഫുഡ്സ് കാത്തിരിപ്പിന് ശേഷം നമ്മളെ സാധനം വന്നിട്ടുണ്ട്. കേട്ടോ അവിടെ നമ്മളെ സാധനം വന്നിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി. അതിപ്പോൾ ഉള്ളത് ഡ്രസ്സുകളുടെ ഒരു ലോകം. നമ്മളെ ഇപ്പോൾ കോഴിക്കോട് മിഠായിത്തെരുവ്, പിന്നെ മലപ്പുറം സൈഡിലാണെങ്കിൽ തിരൂർ എന്നൊക്കെ പറയില്ലേ, അതേമാതിരത്തെ ഒരു ലോകത്താണ് കേട്ടോ ഡ്രസ്സുകൾ. ചീപ്പ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇതിനൊക്കെ ഒരു ചീപ്പ് റേറ്റ് അറിയോ, ഏറ്റവും ചീപ്പ് റേറ്റ്. ജീൻസിന്റെ ഇതിന് റുപ്യ പോയി. ഡിവൈസിന്റെ പാൻറ് 300 റുപ്യ പറയുന്നത്. ബ്രാംഗ്ലറിന്റെ പാൻറ് 300 റുപ്പീസ്, 300 റുപ്യൊക്കെയാണ് പറയുന്നത്. അവിടെ കണ്ടോ ജാക്കറ്റ്സ് ഉണ്ട്. പിന്നെ അതാ നമ്മൾ കാർഗോ പാൻസ്, കാർഗോൻ്റെ പാൻറ്റുകൾ അത് 300 റുപ്യ പറയുന്നത്. ഇനിയൊരു ലോകം കേട്ടോ, ഇനി ഫുള്ള് എന്താ പറയുക, ഒരു ലോകം തന്നെ പറയാം. ഫുള്ള് ബാഗ്, ഒരു ജാക്കറ്റ്, എന്തൊക്കെ ഒരു ലോകമാണ്. പിന്നെ ജാക്കറ്റുകളൊക്കെ ഫുള്ള് അടിപൊളി ജീൻസിൻ്റെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പാൻസിനൊക്കെ അടിപൊളി നൈക്കിൻ്റെ 200 റുപ്യ എന്നൊക്കെ പറയുന്നത്. യൂട്യൂബേഴ്സ് ट्रैवलेट ब्लॉग्स। अच्छा नाम क्या मेरा? हाँ एडवर्ड अली। ये रिकॉर्डिंग चल रही है। എന്താ സാധനം എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായില്ല. ഓരോരുത്തർ ചോദിച്ചിട്ടാണ് ഓരെന്തൊക്കെ പറയണത്, അത് എനിക്ക് തീരെ മനസ്സിലായില്ല. അപ്പോൾ ഈ ഡൽഹിയിൽ ഇങ്ങനെ കറങ്ങണവർ ഇതാക്കണവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെന്താ സംഭവം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞത്. എന്തോ മരുന്നാന്നൊക്കെ പറയണേ. ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഹെവി ട്രാഫിക്. ഞങ്ങൾ റെഡ് ഫോർട്ട് കാര്യങ്ങളൊക്കെ കണ്ട് ഇനി മണാലിക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. മണാലിയിലേക്ക് പോകാനുള്ള ബസ് ഇതെവിടെയാണ്? ഇതാണ് കേട്ടോ നമ്മളെ ഏജൻറ്റ് മൂപ്പരാണ്. മണാലിയിലേക്കുള്ള പോകാനുള്ള വോൾവോ അടിപൊളി ബസ്സാണ്. വോൾവോ ബസ്സാണ്, അടിപൊളി ബസ്സാണ്. ലഗേജിന് അപ്പോൾ ലഗേജ് താഴെ വെക്കാൻ പറയുന്നത്. ഇവിടെ ലഗേജ് വെക്കുകയാണ് നമ്മൾ ബസ്.
മണാലിയിലേക്കുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് ബസ് കയറിയിരുന്ന് ചെയ്ത് പിന്നെ ബസ് കയറിയിരുന്ന് നമുക്ക് ഈ ടിക്കറ്റ് ചാർജ് വന്നിട്ട് 1000 റുപ്യാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് ചാർജ് വന്നിട്ടുണ്ട് ഇവിടുന്ന് മണാലി വരെയല്ല. ബസ്സൊക്കെ അപ്പം ഇതാണ് നമ്മളെ മണാലിയിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ബസ് ഇതാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ്. അടിപൊളി ഒരു താവയാണ്, പൊളിപ്പം താവ. നല്ല ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഫുൾ ബസ്സുകളൊക്കെ ഉണ്ട്. അടിപൊളി നല്ലൊരു AC ബസ്സാണ്. ദാവേൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം നമുക്കിനി. ഈ വ്ളോഗ് നമ്മളിവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. പിന്നെ ബാക്കി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ഞാൻ അടുത്തതിൽ ഉൾപ്പെടുത്താം. ബാക്കി നമ്മളെ മണാലിയിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്താം. അവിടുത്തെ സ്റ്റേ, പിന്നെ ഫുഡ്, അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.